ഇപ്പോൾ കണ്ടുവരുന്ന കഥാപാത്രം കൂടുതലും നമുക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്ന ഒരു ഒരു പോർഷൻ കാണും അതിൽ. നമുക്ക് നമ്മളുടെ ഇന്ദ്രൻ ചേട്ടൻ കരയുന്ന സീൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ വിഷമിക്കുന്ന സീൻ വരുമ്പോൾ നമുക്കും ആ ഒരു വിഷമം വരും. അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ എന്തുകൊണ്ട് ഇന്ദ്രൻ ചേട്ടൻ ഈ ഇടയായിട്ട് കൂടുതൽ എടുക്കുന്നത്? കിട്ടുന്നതിനെ വെച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സത്യമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നൊന്നുമല്ല. അല്ല, ഇതൊക്കെ തന്നെ അവർക്ക് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ കൊള്ളാമെന്ന് സന്തോഷിച്ച് തോന്നി വന്നു പറഞ്ഞപ്പോൾ അതിലൊരു ജീവനൊക്കെ ഉണ്ട്. അതെ. അപ്പം അത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കിട്ടുന്ന വേദന കാഴ്ചക്കാർക്ക് കിട്ടുന്നത്. അതിലൊരു ജീവനുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ വരുന്നതൊക്കെ ചെയ്യാനൊരു കൊതിയുണ്ട്. പിന്നെ വ്യത്യാസം എങ്ങനെയാണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയൊന്നും എനിക്ക് കിട്ടാറില്ല. ഇത്രയും നാൾ ഇന്ദ്രൻ ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളിൽ സ്ക്രീനിൽ കണ്ടപ്പോൾ ഇന്ദ്രൻ ചേട്ടനും ഒന്നുകൂടെ കണ്ണ് നിറഞ്ഞൊരു കഥാപാത്രം ഏതാ? അത് കുറേ ഉണ്ട്. അത് കുറേ മുൻപൊക്കെ കുറേ കഥാപാത്രങ്ങൾ അങ്ങനത്തെ ഉണ്ട്. അതൊക്കെ എനിക്കെന്തോ രാക്ഷസ രാജാവ് മുതൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചില 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 അവസ്ഥയല്ലേ അത്. അത് ഞാനായിരുന്നെങ്കിലും എന്തൊരു കഷ്ടമല്ലേ എന്ന് തോന്നി പോകുന്ന കഥാപാത്രങ്ങളൊക്കെ ഇതിലും ഒക്കെ അതുപോലെ തന്നെ കുണ്ടലാപുരാണത്തിലും കൊച്ചിനൊരു കമ്മൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഭാര്യയുടെ അടുത്ത് ഞാനൊക്കെ നാട് വിട്ട് വന്ന് ഇങ്ങനെ കേരളത്തിൻ്റെ അങ്ങേറ്റത്ത് നിന്ന് ഇങ്ങേറ്റത്ത് വന്ന് കയറിയിട്ട് ഒരു കുടുംബം സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അത്രയും അവർക്ക് സ്നേഹമുള്ളതുകൊണ്ട് ചേർത്ത് വെക്കുന്നതാണ്. ആരും ഒന്നും അറിയാത്തൊരുത്തിന് പെണ്ണ് കൊടുക്കുകയും നാട്ടുകാർ അത്രയും സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു തുള്ളി വെള്ളം ഒരുത്തിനും കൊടുക്കുകയില്ല എന്ന് പറയുന്ന അവൻ്റെ ഒരവസ്ഥയുണ്ട്. അതൊക്കെ വല്ലാണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെ പറയുന്നൊരു സിനിമയാണ്. ഉണ്ണിച്ചേട്ടാ, അപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് കമ്മല് വാങ്ങുന്ന ഒരു ഇത്. അപ്പം പലർക്കും ചിലപ്പോൾ ഇത് നിസ്സാര കാര്യമല്ലേ, എന്നാൽ ചിലർക്ക് അത് വലിയൊരു കാര്യമാണ്. ഒരു കമ്മല് വാങ്ങിക്കൊടുക്കുക ചിലരെ കൊണ്ട് ഈസി ആയിട്ട് പറ്റും, ചിലരെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഏറ്റവും ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്ത ഒരു സാധനം, അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞ ചേട്ടൻ എന്ത് പറയും? അതായത് നമ്മുടെ ജീവിതത്തില് ഒരു 20 രൂപ ഇല്ലാത്തതുകൊണ്ട് ടൂറിന് പോകാൻ പറ്റില്ല. നമ്മള് അണ്ട് ടൂറിന് പോകുന്ന ഒരു എണീച്ചിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അടഞ്ഞിരിക്കും. കാരണം നമ്മൾ 5-6 ആൾ സ്ഥിരമായിരിക്കും. 8 9 10 കാരണം അന്നൊരു 300-400 രൂപ 30 വർഷം മുമ്പെയാണ് മേടിക്കും. നമ്മൾ അതിന് ആഗ്രഹിക്കില്ല, ഒന്നും ആഗ്രഹിക്കില്ല. കാരണം ഇല്ലാത്തതുകൊണ്ട് ഒന്നും ആഗ്രഹിക്കില്ല. അപ്പൊ നമുക്ക് സന്തോഷമാണ്. ഒരു ബെഞ്ചിൽ എല്ലാം മാറി മാറി ബെഞ്ചിലിരിക്കാം. അന്ന് ഒരു 6-7 ആളാക്ക ഒരു ബെഞ്ചിൽ അണങ്ങുന്ന ഡെസ്ക് ബെഞ്ചിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു ദിവസം പറഞ്ഞു, നാളെ കണ്ണൂർ കോട്ടയിലേക്ക് പോകുന്നുണ്ട്, റിപ്പർ ചന്ദ്രനൊക്കെ അതുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ 20 രൂപ വേണ്ടു പറഞ്ഞു. അപ്പൊ എല്ലാവരും കൈവരിച്ചു, ഞാനടക്കം കൈവരിച്ചു, എല്ലാവരും കൈവരിച്ചു. നമ്മൾ 6 ആളുണ്ട് സ്ഥിരം ടൂറിന് പോകാത്ത ഇരിച്ചു. അത് പൈസയുടെ പിന്നിലേക്ക് കാലത്താണ് നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അന്ന് എല്ലാവരും കൈവരിച്ചു, നാളെ കൊണ്ട് കൊടുത്താൽ മതി, പോവാം, ഒരു ലൈൻ ബസ്സും ആക്കി വെച്ച്. അന്ന് 20 ഇല്ല. വീട്ടിൽ നിന്ന് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, ഒന്നും പറയാൻ പറ്റുമോ, മാഷെടുത്ത് പോയി. അപ്പൊ നമ്മളെ 5 ആളും 20 രൂപ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയാം, എനിക്ക് വയറുവേന. ഞാൻ അന്ന് അഭിമാനത്തിന്റെ പ്രശ്നം ഉണ്ടല്ലോ, നമുക്ക് 20 രൂപ അവിടെ ചോദിക്കാനും അറിയില്ല. 20 രൂപ എനിക്ക് വയറുവേന, ഞങ്ങൾക്ക് വരുന്നില്ല. ഞാൻ ഒറ്റക്കായിരുന്നു അന്ന് ക്ലാസ്സിലുണ്ടായത്. അപ്പൊ നമുക്ക് 10 രൂപ പോലും അതിന് മൂല്യം എന്ന് പറയുന്നത് അത് ഇല്ലാതാവുന്ന കാലത്ത് ഉണ്ടായിരുന്നു, പുതിയ കാലത്തും ഉണ്ട്. നമ്മൾ എത്രയോ നമ്മുടെ ഏറ്റവും അടുത്തവരെല്ലാം ഒരു 100 രൂപ ഉണ്ടോ ഉണ്ണി എടുക്കാൻ. അപ്പൊ ഉണ്ണി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന കാലം ഇന്നും ഉണ്ട്. കഷ്ടപ്പാടും പ്രശ്നങ്ങളും എല്ലാം ഏത് കാലത്തും മാറി മാറി വരുമ്പോൾ എനിക്ക് തോന്നുന്നു പാവങ്ങൾ നമ്മൾ അറിയാത്ത കുറെ ഏരിയ ഉണ്ട്, ഇപ്പൊ ഉണ്ട്, വീടില്ലാത്തവരുണ്ട്. ഫോട്ടോ എടുക്കാൻ ഇതേ അവസ്ഥ പല ആൾക്കാർക്കും. ഫോട്ടോ എടുക്കുന്ന ദിവസം സ്കൂളിൽ ഫോട്ടോ എടുക്കുന്ന ദിവസം 10 രൂപ കൊടുക്കണം, 20 രൂപ ഒക്കെ കൊടുക്കണം സ്കൂളിൽ. ആ ദിവസം ഇതേപോലെ വയറുവേദനയായിട്ട് എന്ത് നീ വരാൻ. പല ഫോട്ടോകളിലും നമ്മളൊന്നും ഉണ്ടാകാറില്ല. 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്തല്ല, ഇതിനൊക്കെ മുമ്പ് ഉണ്ടാവുന്ന നമ്മുടെ നാട്ടിലൊക്കെ പല ആൾക്കാരും പറയുന്ന സംഭവം കേട്ടതാണ്. എനിക്കും അനുഭവമുണ്ട്. ഫോട്ടോയിൽ ഉണ്ടാവില്ല, ഗ്രൂപ്പ് ഫോട്ടോയിൽ നമ്മൾ ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടെന്ന് കാരണം അത് നമ്മൾക്ക് മാത്രമേ അറിയൂ ആ സത്യം. മറ്റുള്ളവർക്ക് അതറിയാല. സ്കൂളിൽ പറയല് ഇതേപോലെ വയറുവേദനയായിരുന്നു. നമ്മൾ ആ ഒരു സംഭവമല്ല, പൈസ സംഭവം. അപ്പൊ ഇന്നും പല ആൾക്കാർക്ക് ഈ കമ്മൽ പറഞ്ഞ വലിയ കാര്യമല്ലോ. ആ കമ്മൽ എന്തുകൊണ്ട് അത് ഉണ്ടാക്കാൻ വീണോട്ട് കഷ്ടപ്പെടുകയാണ്. കാരണം അങ്ങനെ ഒരു വിഷയമാണ് അതിന്റെ സംഭവം. പോകുന്ന കഥേന്റെ വേറെ രീതിയിലാണെങ്കിലും അത് വീണോട്ടെന്നൊരു സാധാരണക്കാരന് ആ പൈസ കണ്ടെത്താനും മഴ പഴയടുത്ത് ജീവിത പ്രാരബ്ധങ്ങളും പ്രശ്നങ്ങളും മുന്നോട്ട് പോകുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്. ഏതും ചെറിയ വിഷയം. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ പോലുള്ള അനുഭവങ്ങൾ ഇന്ദ്രൻ ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സ്കൂളിൽ ക്ലാസ് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയും അങ്ങനെ പല അവസരം വരുമ്പോൾ അതൊക്കെ ഒഴിഞ്ഞു നിൽക്കും. നമുക്ക് എനിക്കതുപോലെ ഒരു കൊടി പോലത്തെ തരും, സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും
സ്റ്റാമ്പ് വാങ്ങും. ഇത്ര പൈസ വെച്ച് കൊടുക്കും. അപ്പോൾ ആവേശത്തിൽ വാങ്ങിക്കും, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ തല്ലു തരും. എന്തിനു വാങ്ങിച്ചുകൊണ്ട് ഒന്ന് കൊണ്ടു കൊടുക്കുക. അടുത്ത ദിവസം പതുക്കെ ടീച്ചറെ മേശപ്പെടുത്തുകൊണ്ട് വെച്ചുകൊണ്ട് അയ്യോ. അത് നിർബന്ധമായിട്ട് വാങ്ങിച്ചേ പറ്റുമെന്നൊക്കെ പറയും. ഒരുപാട് പേര് അങ്ങനെ, ഞാൻ മാത്രമല്ലാത്ത ഒത്തിരി പേരുണ്ടാവും. ഒത്തിരി പേര്. പ്രത്യേകിച്ച് അന്നൊക്കെ സ്കൂളിൽ അങ്ങനെയാണ്. അപൂർവം കുറച്ച് ഇത്തിരി സൗകര്യമുള്ള നല്ല കുപ്പായൊക്കെ ഇടണ കുട്ടികളുണ്ടാവുള്ളൂ. ഒക്കെ അങ്ങനെ. എൻ്റെയൊക്കെ കാലത്ത് ഞാൻ പറയുന്നത് പരക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ. നമ്മൾ അമേരിക്കൻ മാവൊക്കെ അവർ ഫ്രീ ആയിട്ട് അയച്ചു എന്ന് വാങ്ങിച്ച് കളിക്ക് കുടിക്കുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായില്ല. അമേരിക്കൻ മാവ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പൊറോട്ട ഉണ്ടാക്കുന്ന മാവിനെയൊക്കെ മൈദയോ? അമേരിക്കൻ മാവ് എന്നാ പറയുന്നത്. സ്കൂളിൽ കളിക്കുക അന്നൊക്കെ നമ്മൾ അത്രയും. അപ്പോൾ നമ്മളിപ്പോ വായിക്കുമ്പോൾ സോമാലിയ പോലെ ആയിരുന്നിരിക്കുന്നു നമ്മൾ അന്ന്. അവർ ഫ്രീ ആയിട്ട് കയറ്റി അയച്ചു തരുന്നതാണ്. ചോളം മാവും ഡാൽഡയും അതൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ നിന്നൊക്കെ അതിന് സ്കൂളിൽ പോകുമായിരുന്നു. പട്ടിണിയായിരുന്നു ഒരു കാലത്തൊക്കെ. സ്കൂളിലൊക്കെ ഭയങ്കര അതൊക്കെ പിന്നീട് പശ ഒട്ടിക്കാൻ, ചെവിരിൽ പോസ്റ്റർ ഒട്ടിക്കാൻ കലക്കുന്ന സാധനമാണ്. അതൊക്കെ ആയിരിക്കും.